أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعاقبة للمتقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. വിവാഹപ്രായം എത്തിയ യുവാക്കൾ, യുവതികൾ അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ ലഭിക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിദേശത്തും സ്വദേശത്തുമായൊക്കെ ജോലി ചെയ്യുന്ന, വാഹനം ഓടിക്കുന്ന, കൂലിപ്പണി ചെയ്യുന്ന, കൃഷി ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ വീടുകളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, കൂട്ടുകുടുംബാദികൾ, ഇവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് മനോഹരമായിരിക്കുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ചേർന്ന ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ, ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ ഈ ദിക്ർ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ഹിദായത്ത് തേടാൻ, അല്ലാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കാൻ, സത്യത്തിൻ്റെ ബോധ്യം, അതുപോലെ ആത്മീയ ശാന്തി, അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള എളുപ്പം മാർഗം, അതുപോലെ അഹങ്കാരം ഇല്ലാതാക്കുന്നു, തവക്കുൽ ഭരമേൽപ്പിക്കൽ ദൃഢമാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മഹത്വങ്ങളാണ് ഇതിനേക്കുള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഒരു ദിക്റാണ്. പഠനത്തിലും ചിന്തയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ
പറ്റിയ ഒരു മനോഹരമായ ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതാണ് ഈ ദിക്ർ? അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. നീയാണ് വഴികാട്ടി, നീയാണ് സത്യം, അവനല്ലാതെ മറ്റൊരു വഴികാട്ടിയുമില്ല എന്ന് അള്ളാഹുവിലേക്ക് ഹൃദയത്തെ അടുപ്പിക്കുന്ന, ആത്മീയ ഉണർവ് നൽകുന്ന സൂഫി വര്യന്മാർ, സൂഫികളായിരിക്കുന്ന പണ്ഡിതന്മാർ ഈ ദിക്ർ കാര്യങ്ങളിലെ പ്രശസ്തമായ ഒരു ഇലാഹി വചനമാണ് ഇത്. മനസ്സിന് ശാന്തിയും സമാധാനവും ഈ ദിക്ർ നൽകുന്നുണ്ട്. അത്രത്തോളം മഹത്വമുള്ള സൂഫി വര്യന്മാർ, അവരുടെ കാലഘട്ടത്തിൽ സൂഫി വര്യന്മാർ ചൊല്ലിക്കൊണ്ടിരുന്ന ഇലാഹിയായ ഒരു ദിക്റാണ്. ഹിദായത്ത് തേടാൻ അല്ലാഹുവാണ് യഥാർത്ഥ വഴികാട്ടിയെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ പൂർണ്ണമായി വരം ഏൽപ്പിക്കുക എന്നതാണ് ഹിദായത്ത് തേടൽ. അല്ലാഹുവാണ് യഥാർത്ഥ വഴികാട്ടിയെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ പൂർണ്ണമായി ബലമേൽപ്പിക്കുക. അതുപോലെ സത്യത്തിൻ്റെ ബോധ്യം, അസ്ഥിരമായ ഈ ലോകത്ത് അല്ലാഹുവാണ് ഏക സത്യമെന്ന മനസ്സിനെ ആത്മീയ ശാന്തി ലഭിക്കുന്നു. ആവർത്തിച്ചുള്ള ഈ ദിക്ർ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ മാറ്റി മനസ്സിന് സമാധാനം നൽകുന്നു. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ ദിക്റിനക്ക് ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഇതിനെ ആവർത്തിക്കുക, സമാധാനം കണ്ടെത്തൂ. ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇത് കാരണം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരിയായ വഴി കാണിച്ചു തരാൻ അള്ളാഹു ഉണ്ടെന്ന ചിന്ത, ധൈര്യം നൽകുന്നു. ആത്മവിശ്വാസം ഇത് ചൊല്ലുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും എന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരിയായ വഴി കാണിച്ചു തരാൻ അള്ളാഹു ഉണ്ടെന്ന ചിന്ത, ധൈര്യം നൽകുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള എളുപ്പമാർഗം. ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെടുമ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നത് മനസ്സിന് വ്യക്തതയും ശരിയായ ചിന്തയും കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുപോലെ അഹങ്കാരമില്ലാതാക്കുന്നു. യഥാർത്ഥ അറിവും സത്യവും അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണെന്ന ബോധ്യം മനുഷ്യനിൽ വിനയം നിറക്കുന്നു. അതുപോലെ തവക്കുൽ, ഭരമേൽപ്പിക്കൽ ദൃഢമാകുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാനും അവനിൽ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള മനസ്സ് പാകപ്പെടുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പഠനത്തിലും ചിന്തയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ ഉത്തരം കണ്ടെത്താനും ഈ ദിക്ർ മനസ്സിനെ സഹായിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്വീകാര്യത അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ നാമങ്ങളായ അൽ ഹാദി, വഴികാട്ടുന്നവൻ, അൽ ഹഖ്, സത്യമായവൻ എന്നിവ ഉൾക്കൊള്ളുന്നതിന് ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ സഹായിക്കുന്നു. ഈ ദിക്ർ അതിമഹത്തായ ഒരു ദിക്റാണ്. അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. നമ്മൾ പറഞ്ഞു എന്താണ്? ആത്മവിശ്വാസം വർദ്ധിക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ വൈകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഈ ദിക്ർ നമ്മൾ ഉരുവിട്ടാൽ മതി. അഹങ്കാരം ഇല്ലാതാക്കുന്നു. അതുപോലെ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കൽ ദൃഢമാകുന്നു. അതുപോലെ ഹിദായത്ത് തേടാൻ, ഹിദായത്ത് ലഭിക്കാൻ, സത്യത്തിൻ്റെ ബോധ്യം, സത്യം ഏതാണെന്ന് ബോധ്യപ്പെടാൻ
അതുപോലെ ആത്മീയ ശാന്തി ലഭിക്കാൻ ഈ ദിക്റൊക്കെ വളരെ മനോഹരമായ ഒരു ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ജീവിതത്തിൽ ഇത് പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇതുപോലുള്ള ദിക്റുകളും ദുആകളൊക്കെ നിങ്ങൾക്കറിയാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂട്യൂബ് ചാനൽ സാദാത്തുൽ ഹൈദറൂസി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ദുആ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അവനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.